ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ്. പക്ഷേ ഇന്ന് ഓഗസ്റ്റ് 1 കൂടിയാണ്, വെള്ളിയാഴ്ച. ഓഗസ്റ്റ് 1 എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ മൂത്ത ചേച്ചി, ചേച്ചി എന്ന് പറയും. അപ്പോൾ റോസയുടെയും അന്നയുടെയും മമ്മിയുടെ ബർത്ത്ഡേ. അപ്പോൾ ഓഗസ്റ്റ് 1 ഞാനിതിൽ ഇട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്നത് എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട്, അതായത് ഇപ്പോൾ മരിച്ചിട്ട് 7ാമത്തെ വർഷമാണ്. അപ്പോൾ അതുവരെ, അതായത് എൻ്റെ 51 വയസ്സ് വരെ ഞാൻ എല്ലാ വർഷവും മുടങ്ങാണ്ട് വിഷ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറയും, ഞങ്ങൾ 5 വയസ്സാണ് വ്യത്യാസം. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ചേച്ചീനെ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും 10 ആൾ കൂടുമ്പോൾ ഉള്ള ആ ഒരു കുറവ് വല്ലാത്തൊരു കുറവ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 1 എന്ന് കാണുമ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അവിടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കെസ്റ്റ് ബേബിയുടെ ഒക്കെ കൂടെ അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ചേച്ചിക്ക് വേണ്ടി എന്താ പറയുക, പ്രാർത്ഥിക്കുക. അങ്ങനെ പതിവ് പോലെ നേരം വെളുത്തു. ഇന്ന് 31-ാം തീയതി, അതായത് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1-ാം തീയതി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ചേച്ചിയുടെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഇനിയിപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ വേറെ വിശേഷങ്ങളാവും. ഇപ്പോൾ 2-ാം തീയതി ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഓഗസ്റ്റ് 1 മൂത്ത ചേച്ചിയുടെ ബർത്ത്ഡേ അങ്ങനെയാണ്. അങ്ങനെ രാവിലെ ഇന്ന് പാച്ചുവിനെ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല കേട്ടോ. അവന് നല്ല പനിയും ചുമയും ഒക്കെ ഉണ്ട്. അവൻ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുകയും ചെയ്തു. മൊത്തത്തിലൊരു സുഖമില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അവന് ഒരു കാലാവസ്ഥയുടെയാണോ എന്തോ കുട്ടിക്ക് തീരെ വയ്യ. പക്ഷേ കുറുമ്പിന് യാതൊരു കുറവുമില്ല കേട്ടോ. കുട്ടി കുറുമ്പനായിട്ടാണ്. 3 ആളും കൂടുമ്പോൾ നല്ല മേള. അപ്പോൾ ഇന്ന് എണീക്കാനായിട്ട് കുറച്ച് ലേറ്റായി. എല്ലാവരും എണീക്കാൻ ലേറ്റായി. കാരണം പാച്ചുവിൻ്റെ വയ്യായിയും ചാക്കോച്ചനും എല്ലാം കൂടി ആയപ്പോൾ കുറച്ച് ലേറ്റായപ്പോൾ ഡിവൈൻ ചാടിപ്പടഞ്ഞ് എണീറ്റ് വന്ന് വേഗം വട ഓർഡർ ചെയ്യുക ചെയ്ത. കാരണം ചാക്കോച്ചന് ഇപ്പോൾ തോമുവിന് സ്കൂളിൽ പോകണം, പാച്ചുവിന് പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവന് വയ്യാത്തതുകൊണ്ട് അവനെ വിട്ടില്ല, കൂടുതൽ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോൾ നമ്മൾ വീട്ടിലിരുത്താണ്ട് സ്കൂളിലേക്ക് വിടുമ്പോൾ അത് മറ്റു കുട്ടികളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം വയ്യാന്ന് കാണുമ്പോൾ, പ്രത്യേകിച്ച് നീർവീഴ്ച പനിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അവരെ വിടാണ്ടിരിക്കുക കേട്ടോ. ചെറിയ സംഭവമൊക്കെ ആണെങ്കിൽ വിടാം. വല്ലാണ്ട് നമുക്ക് തോന്നണം അയ്യോ തീരെ വയ്യ, അവിടെ ചെന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് തോന്നുമ്പോൾ നമ്മൾ വിടാണ്ടിരിക്കുക. പാച്ചുവിനെ സംബന്ധിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ചുമയുണ്ടായിരുന്നു. അപ്പോൾ ചുമ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, എപ്പോഴും ചുമയ്ക്കുമ്പോൾ അത് ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും അത് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് അവനെ വിടാഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു അവന് പകൽ അവൻ ചുമയ്ക്കില്ല, രാത്രിയിലാണ്. അപ്പോൾ ഈ രാത്രി ചുമയ്ക്കുമ്പോഴാണ് അവന് എണീക്കുമ്പോൾ തീരെ വയ്യാണ്ട്. അപ്പോൾ നമ്മൾ പുലർച്ചെടുത്ത ചുമ കാണുമ്പോൾ വിചാരിക്കും അയ്യോ നാളെ ഇനി വിടില്ല എന്ന്. പക്ഷേ രാവിലെ എണീറ്റിട്ട് അവൻ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ വിടും. പക്ഷേ ഇന്ന് വിടാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ അപ്പം എന്തേ പോകുമ്പോൾ ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് തിരിച്ച് വന്നതാട്ടോ. അപ്പോൾ രാവിലെ പറയുന്നുണ്ട് ഡോണിൻ്റെ കൂടെ ബുള്ളറ്റുമ്മ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മെഡിസിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ ആൻറ്റിബയോട്ടിക് ആകുമ്പോൾ 2 ദിവസം എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവൻ്റെയാന്ന് വെച്ചാൽ ഇനി കുറച്ച് ദിവസം വളരെ ശ്രദ്ധിക്കണം, ചെസ്റ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം, പനി വരാണ്ട് നോക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ വട തിന്നുണ്ട്. ചാക്കോച്ചന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വട. അപ്പോൾ ചാക്കോച്ചൻ്റെ അക്കിക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അക്കീനെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഗോഷ്ഠികളാണ് ചിരി. അപ്പോൾ പോൾസൺ പേപ്പനില്ലേ, ഡയോണാങ്കിളില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ വലിയ ഡാഡിയും കൂടി ഉള്ള കാരണം ഓരോരുത്തരുടെയും പേര് പറയുമ്പോൾ അവൻ ഇങ്ങനെ അതിനുള്ള മറുപടി പറയും. അപ്പോൾ ബെന്നൂട്ടൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മാത്രം പറഞ്ഞു ബെന്നൂട്ടൻ പോയി എന്ന് പറഞ്ഞു. കാരണം കുട്ടി പോയപ്പോൾ അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അവൻ്റേതായ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. പാച്ചുവും തോമും ആയതുകൊണ്ട് പാച്ചുവും ചാക്കോച്ചനായതുകൊണ്ട് അവർ സെറ്റായിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ ഡിമ്പിൾ വേഗം പണികൾ ഓരോ വശത്ത് ഒതുക്കുകയാണ്. അപ്പോൾ ഷുഗർ ഞാൻ ഇന്നും ടെസ്റ്റ് ചെയ്തു, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കറണ്ട് ശരിക്കും ആളെ ചുറ്റിച്ചു. ഞാൻ രാവിലെ എണീറ്റ് ആദ്യം അലക്കണം എന്നാണ് വിചാരിച്ചപ്പോൾ കറണ്ട് പോയേക്കായിരുന്നു. പിന്നെ കറണ്ട് വന്ന വഴിക്ക് അപ്പോൾ ഞാൻ തുണികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് വന്ന വഴിക്ക് ഞാൻ വേഗം അത് ഓൺ ചെയ്ത് ആ പരിപാടികൾ കഴിച്ചപ്പോൾ ഇന്ന് 3 പേരും പടപടേന്ന് പണികൾ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റോക്ക് വരുന്ന ദിവസം ഞങ്ങൾക്ക് കുറച്ച് ഭാരമാണ്. 3 പേരും അതിന് വേണ്ടി ഇരിക്കും. പിള്ളേഴ്സിൻ്റെ കാര്യങ്ങൾ ഒരു വഴിക്ക് നടക്കും. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ചാക്കവും കൂടി ഉള്ള കാരണം പാച്ചും കൂടി ഉള്ള കാരണം ബഹളം ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ അവർ 2 പേരെയും അവിടെ ആക്കിയിട്ട് 3 ആളും 3 വഴിക്ക്, അതായത് പാക്കിങ്ങിൻ്റെ കാര്യം സെക്ഷൻ മുഴുവൻ ഡിമ്പിളെടുത്തു. ഉച്ചയിലത്തെ കാര്യം ഞാൻ പറഞ്ഞു അവിടെ കിടക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഡിവൈൻ്റേതായ കാര്യങ്ങൾ രാവിലത്തെ കഴിഞ്ഞ വഴിക്ക് സംഭവം അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ ഇട്ടു.
ഞാൻ നമ്മുടെ അലക്ക് ഇത് കൊണ്ടിടാൻ നിന്നു. അങ്ങനെ വേഗം ഡാഡി ചോറ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വറുത്തു. അങ്ങനെ പരിപാടികളൊക്കെ ഒരുവിധം അങ്ങോട്ട് ഭംഗിയാക്കി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇത് ചെയ്യാനിരിക്കുമ്പോൾ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് തോമസ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവന് നൂഡിൽസ് മതി എന്ന് പറഞ്ഞപ്പോൾ പിള്ളേർസ് നൂഡിൽസ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് 3 പേർക്കും കൊടുത്താൽ അവർ മിണ്ടാണ്ടിരുന്ന് കഴിക്കും. ചോറാകുമ്പോൾ ചിലപ്പോൾ പകുതി വയറ്റിൽ പകുതി പുറത്തൊക്കെ ആയിട്ടാവും ഇടുക കേട്ടോ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കഴിക്കും, അല്ലെങ്കിൽ വെതറിയിടും. അപ്പോൾ ഇന്ന് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് നിൽക്കുകയാണ്. കാരണം പണികൾ വേഗം കഴിച്ചിട്ട് വേണം നമുക്ക് ഒറ്റ ഇരിപ്പിരിക്കാൻ. അപ്പോൾ ഞങ്ങൾ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോംബെയിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു ഫുൾ ഡേ ഉണ്ടാവാറുണ്ട്, ഞങ്ങൾ ഒറ്റ ഇരിപ്പിരിക്കും. പക്ഷെ അന്ന് വേഗം വേഗം പണികൾ കഴിയും, കുട്ടികളും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും ഇരിക്കുമ്പോഴും ഒരാൾ വെള്ളം ചോദിക്കും, അപ്പോൾ ഒരാൾ വേറൊന്ന് പറയുമ്പോൾ ഒരാൾ അവിടെ നിന്ന് വീഴും. അപ്പോൾ നമ്മളുടെ ശ്രദ്ധ ഒരു മണിക്കൂർ കൊണ്ട് എടുക്കേണ്ടത് നമ്മൾ ഒരു ദിവസം കൊണ്ടാവും ചിലപ്പോൾ എടുക്കാം കേട്ടോ. എന്നാലും ഇന്ന് ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് മുഴുവൻ അവസാനിപ്പിക്കാൻ പറ്റി ഞങ്ങൾക്ക്. അപ്പോൾ വേഗം ഊണൊക്കെ കഴിച്ച്, അപ്പോൾ ഡാഡി പൊതിച്ചോറാണ് കൊണ്ടുവന്നത്. മീൻ നമ്മൾ വറുത്തു. അപ്പോൾ അത് കൂട്ടി വേഗം, എനിക്ക് തോന്നുന്നു ഇന്ന് ഡോൺ വന്നിട്ടുണ്ടായിരുന്നില്ല ഊണ് കഴിക്കാൻ. ഡാഡിയാണ് തോമൂനെ കൊണ്ടുവന്നത്. അപ്പോൾ ഡാഡി ആദ്യം തോമൂനെ കൊണ്ടുവന്നു, പിന്നെ പാച്ചു വീട്ടിൽ ഓൾറെഡി ഉള്ള കാരണം ആ ഒരു സമയം ലാഭമായി. അല്ലെങ്കിൽ അതും കഴിഞ്ഞ് പോസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറേ ലേറ്റാവും. അങ്ങനെ പിള്ളേർസിൻ്റെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് അടുക്കളയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ശരിക്കും നല്ലോണം നേരത്തെ ഭക്ഷണം കഴിഞ്ഞു. കണ്ടോ, 1:45 2 ഞങ്ങളുടെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ 1:15 തോമു വരും, പാച്ചു വരും, 12:30 തോമു വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാഡി പോസ്റ്റിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് 2:30 3 ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ. ഇന്ന് 2 മണിക്ക് മുമ്പായിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. പക്ഷേ ഇവിടെ കണ്ടില്ല, അംഗം ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന നൂഡിൽസ് ഡിംപിൾ കുട്ടികൾക്ക് വായിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് അവരുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഡാഡി ഊണ് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടക്കും. അപ്പോൾ ഡാഡി ഒന്ന് റെസ്റ്റ് ചെയ്തു. പിള്ളേർസിനെ ഞങ്ങളങ്ങോട്ട് വിട്ടു. പക്ഷേ വിട്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്തായിരുന്നു ഇവിടുത്തെ അംഗം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ബില്ലിടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ കുറേ പുതിയ വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഫാൻസി ഐറ്റംസാണ് കേട്ടോ, AD സ്റ്റോണിൻ്റെ. അങ്ങനെയാണ്, പ്ലേറ്റഡ് അല്ലാത്ത ഐറ്റംസ് ഇഷ്ടം പോലെ, പുതിയ പാറ്റേണുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ വഴിയെ കുട്ടികൾ കാണിക്കും. അതുപോലെ മറ്റേ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവും, ഷോർട്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക, ഇഷ്ടമുള്ളത് പറയുക, വാങ്ങിക്കുക. മാക്സിമം കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അങ്ങനെ ഇവരുടെ പരിപാടിയാണ്. കുഷ്യൻ മുഴുവൻ താഴെയിട്ടപ്പോൾ 1 വട്ടം 2 വട്ടം ഡിവൈൻ വഴക്ക് പറയും, കയറ്റിയിടുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, അവരിത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ സ്വതവേ ഉള്ളത്, നമ്മളെന്തെങ്കിലും നല്ല കാര്യം ചെയ്യാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം വരുമ്പോൾ ഞാൻ നടയിലത്തെ ലൈറ്റ് അവിടെ കത്തിച്ചിടും. അത് കഴിഞ്ഞ് അതിപ്പം മെഴുകുതിരി ആണെങ്കിൽ മെഴുകുതിരി, ഇതിപ്പം മെഴുകുതിരി കത്തിക്കാൻ നിവൃത്തിയില്ല, നിങ്ങൾ കാണുന്നതല്ലേ, കത്തിക്കുമ്പോഴേക്ക് ഊതാൻ വരുന്ന നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അപ്പോൾ നിങ്ങൾക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യാം കേട്ടോ. കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യണവരുണ്ടെന്ന് എനിക്കറിയാം. എന്നാലിപ്പോൾ നമ്മുടെ മക്കൾ ഒരു നല്ല കാര്യത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പോയി വരുന്നത് വരെ, അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മളെ വിളിക്കുന്നത് വരെ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നടയിലൊരു ലൈറ്റ് ഇടുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയണത്. ഒരുവിധം എല്ലാവരും ഇപ്പോൾ അതൊക്കെ ചെയ്തു വരുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നിങ്ങളായാലും ഈ നേരത്തെ എന്താ ഈ നടയിൽ ലൈറ്റ് കത്തി കിടക്കണേന്ന് നിങ്ങൾക്ക് സാധാരണ അറിയാം. 10, 11, 12 ആകുമ്പോഴേക്കും എൻ്റെ നടയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്യണതാണ്. ഇതിപ്പോൾ ഞാൻ വീണ്ടും 2 മണിയൊക്കെ ആകുമ്പോൾ ഇട്ടതാണ്. കാരണം നമ്മളൊരു നല്ല കാര്യത്തിന് ഇരിക്കുമ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ രൂപം എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് തോമുവിന് പതുക്കെ മുകളിൽ കയറി. അത് കഴിഞ്ഞപ്പോൾ ഈ വലിച്ചിട്ടതൊക്കെ ഞാൻ പറഞ്ഞു ഒതുക്കി വെക്കേണ്ടേ പാച്ചു എന്ന്, കാരണം ഒരു വട്ടം ഡിവൈൻ ഒതുക്കിയതാണ്. അപ്പോൾ മൂപ്പര് മുൻകൈ എടുത്തിട്ട് ഞാൻ ഒതുക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പം ഇവനിങ്ങനെ കുറച്ച് നോക്കിയപ്പോൾ എണ്ണം കുറവായി, ഒരു കുഷിയം കുറവായി. അപ്പോൾ അതും എടുത്ത് വെച്ച് ഒരുവിധം. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവൻ ഇത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണതെന്ന് കേട്ടോ. 3 സെറ്റിയിലേമ 3 കുഷ്യൻ, 2 അപ്പോൾ ഇതുമ്പോൾ നോക്കിയപ്പോൾ ഇതുമ്പോൾ കാണാനില്ല. അപ്പോൾ അതും ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ബിഗ് എവിടെ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, നോക്കിയപ്പോൾ ഇതാണ് ബിഗ്. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്, മറ്റേതൊക്കെ സ്മോളാണ്, ദിവാനുമിയും ഈ കോട്ടുമിയും ഉള്ളതാണ് ബിഗ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷൻ ഒരു പകുതി വെച്ച് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ചായ വെക്കാനായിട്ടിരുന്നു. കാരണം കുറേ നേരം അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ.
അങ്ങനെ ചായയൊക്കെ വെച്ച് ഉറക്കമൊക്കെ കളയുക. അതിൻ്റെ ഇടയിൽ പിള്ളേർസിൻ്റെ വക എണീക്കലും എന്താ പറയുക, പുറത്തേക്ക് പോകണം, അത് വേണം, ഇത് വേണം, അപ്പിടൽ, മൂത്രമൊഴിക്കൽ, അങ്ങനെയുള്ള ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചായ വെച്ച് ഞങ്ങൾ ചായ വയ്ക്കുമ്പോൾ കുറച്ച് നേരം ബാക്കി വിശേഷം പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഴലപ്പം, ഡിവൈൻ കുഴലപ്പം കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനും ഡിംപിളും ഡാഡിയൊക്കെ കുഴലപ്പം കഴിച്ചു. ഡിവൈൻ ബിസ്ക്കറ്റ് കഴിക്കണം. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ ബാക്കി പരിപാടികൾക്ക് വേണ്ടി പോയിട്ടോ. ഇപ്പോൾ അതേ 4:45 ഒരുവിധം കഴിഞ്ഞു എന്നല്ലാണ്ട് മുഴുവൻ 100% അങ്ങനെ എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു 7 മണി വരെ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. ഇത് ഇപ്പോഴാണ് രംഗം ശാന്തമായത്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് 3ാമത്തെ ട്രിപ്പാട്ടോ ഈ കിടക്കുന്നത്. അപ്പം ഞാൻ പറയും എന്തായാലും എല്ലാതും ഡ്രൈ ക്ലീനിങ് കൊടുക്കാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ടി കുട്ടികളെ കരയിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും അവിടെ കിടന്നോട്ടെ. കാരണം അടി കിട്ടി ഇവർക്ക് വയ്യാണ്ടായി. എത്ര പറഞ്ഞാലും അവർക്ക് ആ കുഷ്യനിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കളിച്ചാൽ അവർക്ക് സമാധാനമുള്ളൂ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഡാഡിയും മക്കളും കൂടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡിവൈൻ പറഞ്ഞു, കുട്ടികളെ ഡിംപിൾ നോക്കിയാൽ മതി, ഞാൻ കിച്ചണിലത്തെ പരിപാടിയിൽ പെട്ടെന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഡിവൈൻ അങ്ങോട്ട് പോയി. എനിക്കാന്ന് വെച്ചാൽ നമ്മളുടെ ബാക്കി 3 പേര് പരിയപ്പുറത്തുണ്ടല്ലോ, അവർക്കുള്ള ഭക്ഷണം, പാല്, അതിൻ്റെ പരിപാടിക്ക് നിൽക്കണം. അപ്പം ഞാൻ ആദ്യം അവർക്ക് പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കുള്ള ചോറ് വേവിച്ച് അതിനുള്ള പരിപാടി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ കാര്യമായിട്ട് ചെയ്തു, എനിക്ക് എന്തൊട്ടാന്നിപ്പോൾ ഓർമ്മ കിട്ടണില്ല. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കുള്ള സാധനങ്ങൾ, സ്നാക്സ് ഞാനാണ് ഇന്ന് ഫ്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിക്കായിട്ട് ഞാൻ നിന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നതോട് കൂടി അവർക്ക് നല്ല വിശപ്പുണ്ടാവും, അപ്പോൾ അവരത് കഴിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും നിന്ന് ബാക്കി പരിപാടികൾക്ക് ഡിവൈനും നിന്നു. അപ്പോൾ ഇവർ 2 കൂടിയിട്ട് 3 നോക്കി. അപ്പോൾ അതിൽ ചാക്കോച്ചൻ സുഖമായിട്ട് ഉറങ്ങാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ എണീക്കാനും കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അവനെ ഈ കൂട്ടത്തിൽ കാണാത്തത്. അങ്ങനെ സന്ധ്യയായി, എല്ലാവരും അകത്ത് കയറി. ഇനി ബാക്കി ആഘോഷം അകത്താണ് അവരുടെ കേട്ടോ. അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ മറ്റേ ഓർഡേഴ്സ് എടുക്കലും അത് പാക്ക് ചെയ്യലും അതൊക്കെ അതിൻ്റെ വഴിക്ക് പോലെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 സെക്ഷനായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ഒരു വശത്തും മറ്റേ ഫാൻസി ടൈപ്പ് AD സ്റ്റോൺസ് അങ്ങനെയുള്ളത് വേറെ വശത്തും. പക്ഷേ കളക്ഷൻസ് കൂടുതൽ വരിക ഫാൻസി ടൈപ്പിലാണ്. ഗോൾഡ് പ്ലേറ്റഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വർണ്ണത്തിൻ്റെ പാറ്റേണിലുള്ള ഓർണമെൻറ്റ്സ് ഇങ്ങനെ പല രീതിയിലുള്ളത് കണ്ടുവരുന്നു. ഫാൻസിയിൽ അങ്ങനെയല്ല, പലതരം സ്റ്റോൺസും പല വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ടത് ഈ പാലക്കയുടെ സംഭവങ്ങൾ മറ്റേ ഒറിജിനൽ ആകുമ്പോൾ ഭയങ്കര വിലയാണ്. അത് ഇടാൻ ആഗ്രഹമുള്ള ഒരു ഫാൻസി ടൈപ്പ് വാങ്ങിച്ചാൽ മതി കേട്ടോ. അതധികം വിലയില്ലാത്ത ഏറ്റവും ഭംഗിയിൽ കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ള ഐറ്റംസ്. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ കുട്ടികളുടെ വീഡിയോയിൽ കാണാം. അങ്ങനെ അപ്പ വന്ന ആഘോഷമാണ്. ഞാൻ പറയും, അപ്പ വന്നു കഴിഞ്ഞാൽ ഈ വാതിലിൻ്റെ ചുറ്റും 3 നിൽക്കും. ഞാൻ എപ്പോഴും കളിയാക്കിയിട്ട് പറയും, എൻ്റെ പട്ടിക്കൂട് തുറക്കണ പോലെയാണ്. പട്ടിക്കൂട് തുറന്നു കഴിഞ്ഞാൽ ഇവർ 3 ഒരു ഓട്ടാണ്. അപ്പോൾ അപ്പ 3 പേർക്കുള്ള മിഠായി മാത്രം കൊണ്ടുവരും. അപ്പോൾ ഡിവൈനും കൂടി കൈ നീട്ടിയപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ അപ്പയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലുണ്ടായി. അപ്പോൾ ഡിംപിൾ പറയായിരുന്നു, ഡോൺ ചേട്ടാ ചപ്പാത്തിയുടെ പാക്കറ്റ് കൊടുത്താൽ മതി, അപ്പോൾ പിന്നെ കാര്യം കഴിയുന്നു. വെറുതെ തമാശയ്ക്കാണ് കേട്ടോ, കാരണം ഇവിടെയുള്ള എല്ലാതും എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ 3 കോലുമിഠായി കിട്ടി. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്ക് ആദ്യം പൊളിച്ച് കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവർക്ക് അങ്ങനെ ഇന്ന ആൾക്ക് ആദ്യം വേണമെന്നൊന്നുമില്ല. അവർക്കറിയാം ഒരാൾ ആദ്യം ആരാ വരണേ അവർക്ക് പൊളിച്ച് ബാക്കി എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും എന്നുള്ളതറിയാം. അങ്ങനെ അവർ ഇവിടെ എത്ര മിഠായിയും കാര്യങ്ങളുണ്ടെങ്കിലും പുറമേ നിന്ന് പോയിട്ട് വരുമ്പോൾ ഒരെണ്ണം കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഞാനെപ്പോഴും പറയും അത് ശീലിപ്പിക്കേണ്ടെന്ന് പറയും. അങ്ങനെ ചെയ്യാറുമില്ല കേട്ടോ. പക്ഷേ ഇന്നെന്തോ ഡോൺ ചപ്പാത്തിയും ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയപ്പോൾ മിഠായി വാങ്ങിയിട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ പറയും അതിനു വേണ്ടി ഇറങ്ങി ശീലിപ്പിക്കായിരിക്കുമെന്ന്. കാരണം ഒരു ദിവസം അത് പിന്നെ കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ നമ്മൾ മറന്നിട്ടാവും വരിക, ചിലപ്പോൾ നിർത്താൻ മഴയാവും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലും കുട്ടികളത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ പറയും അതുകൊണ്ട് അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ശീലം വേണ്ട. അങ്ങനെ വേണമെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാമല്ലോ എന്ന് പറയും. നിങ്ങൾക്കറിയാലോ ഞാൻ എല്ലാത്തരം മിഠായികളായാലും ബിസ്ക്കറ്റുകളായാലും ഒക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്യണതാണ്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് പുറമേ നിന്നൊരു സാധനം വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. ഐസ്ക്രീം പോലും ഞാനിവിടെ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്രിസ്റ്റലിൻ്റെ മാലകളാട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് മുമ്പ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോണിൽ ഹാങ് ആയ കാരണം ഫുൾ വീഡിയോസ് വഴിയാണ് ഞാൻ കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കുമ്പോൾ ഞാൻ ഡിംപിളുടെ അല്ലെങ്കിൽ ഡിവൈൻ്റെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇനിയിപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭാരമായി തുടങ്ങി അവരുടെ ആ സെക്ഷനും കൂടി ആകുമ്പോൾ അതും കൂടി ആകുമ്പോൾ അവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്നാലും കുഴപ്പമില്ലാത്ത രീതി അവർ പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും
എനിക്ക് തോന്നി ഞാൻ മുഴുവൻ ഭാരം അവരെ ഏൽപ്പിക്കുമ്പോൾ കുറച്ചൊക്കെ ഞാനും ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഇനി ഫോൾഡറാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളൊരു മാല ചോദിച്ചാൽ എനിക്ക് ആ ഫോൾഡർ അങ്ങോട്ട് സെൻഡ് ചെയ്ത് തരുള്ളൂ. ഫോൺ ഹാങ് ആവണത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ എനിക്കത് ചെയ്തേ പറ്റൂ. കാരണം കുട്ടികൾ 2 പേരും തിരക്കുള്ളപ്പോൾ ആരെങ്കിലും മെസ്സേജ് ചെയ്യുക, ആ മെസ്സേജ് ചെയ്യുമ്പോൾ അവർ കാണില്ല ചിലപ്പോൾ. അപ്പോൾ വീണ്ടും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഇതിൽ ബ്രേസ്ലെറ്റ്, മാല 6 പിടി 8 പിടി 10 പിടിയൊക്കെ ചെയ്യാം. ബ്രേസ്ലെറ്റ്, പാദസരം ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഇതൊക്കെ അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ഇതിങ്ങനെ റോളായിട്ടാണ് വരിക. കണ്ടു, ബാക്കിൽ ഇങ്ങനെ കിടക്കുക റോളായിട്ടാണ് വരിക. അപ്പോൾ ആ റോൾ അനുസരിച്ച്, ആ നിങ്ങളുടെ നീളം അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് വിളക്കി കൊളുത്ത് വയ്ക്കുകയും ചെയ്യുക. കണ്ടു, അങ്ങനെ നോക്കിയിരിക്കുക നമ്മുടെ തോമുട്ടൻ ഉറങ്ങിപ്പോയി. അപ്പോൾ തോമുട്ടൻ്റെ കൈ എവിടെയോ ഒന്ന് കുടുങ്ങി. അപ്പോൾ അവന് അവന് ചോര കണ്ട ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് കൈമ വെറുതെ ഒന്ന് ചിറ്റിയിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ കണ്ട് അവൻ അവിടെ ഇരുന്ന് ഉറങ്ങി. അങ്ങനെ അവനെ അവിടെ തന്നെ പിടിച്ച് കിടത്തി. അപ്പോൾ ഈ ചാക്കോച്ചൻ നോക്കി നിൽക്കുക. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ചാക്കോച്ചൻ തോമുട്ടൻ്റെ കൈമലത്തെ സംഭവം ഊരി അവൻ്റെ കൈമിട്ടിട്ട് കൊണ്ട് നടക്കുക കേട്ടോ. അപ്പോൾ ഇവൻ്റെ ലക്ഷ്യം മുഴുവൻ അത് എടുക്കുക എന്നുള്ളതായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ കാണാൻ കുറുമ്പ് കാണിച്ചിട്ട് വരണത്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും അവൻ ഇവിടെ നിന്നിട്ടാണ് എന്നോടുള്ള വർത്താനാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ അപ്പയും മോനും കൂടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളിച്ച് സുന്ദരക്കുട്ടനെ അപ്പോൾ മുടിയൊന്ന് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കുറച്ച് ഡിവൈൻ വെട്ടിയതാണ്. ഇതായിരുന്നു ഡിവൈന് രാവിലെ ഉച്ചയ്ക്ക് വരെയുള്ള ഒരു പരിപാടി കേട്ടോ. അങ്ങനെ നല്ല വൃത്തിയിൽ തന്നെ വെട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് പുറത്ത് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണാവുമെന്ന്. അപ്പോൾ തോമു ഉറങ്ങിയപ്പോൾ വീണ്ടും ഇവർ സെറ്റുകാർ ഒന്നിച്ചു. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് കയറാനുള്ള പുറപ്പാടിലാണ് നിൽക്കണേ കേട്ടോ. അപ്പോൾ ഡ്രസ്സൊന്നും ഇന്ന് താഴെ കുളിച്ചത്, മുകളിലേക്ക് പോയിട്ടില്ല. കാരണം കിച്ചണിൽ ഡിവൈൻ ഡിന്നറിൻ്റെ പരിപാടിയാണ്. ഡിംപിളും അവിടെ തന്നെയാണ്. അങ്ങനെ ഇവർ 2 പേരും, ഒരാൾ കാണിക്കുന്നത് അപ്പം അടുത്ത ആൾ കാണിക്കും. അതാണ് ഇവിടുത്തെ സ്ഥിരം പതിവിട്ട. പിന്നെ ഒരാൾ ഉറങ്ങിയ കാരണം പിന്നെ ഇവർ 2 പേരായിട്ടുള്ള കളികളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയില്ലേ, നോക്കി നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ അവിടെ തോമുവിൻ്റെ വിരലിമെന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് അതുപോലെ ഇവന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ട് നടക്കണതാണ് ഈ വിരലിങ്ങനെ വെച്ചിട്ട് കേട്ടോ. അതാ പറഞ്ഞത്, ഭയങ്കര എന്താ പറയുക, ഒരാൾ കാണിച്ചപ്പോൾ മറ്റവൻ്റെ കൈമയും ഉണ്ടായിരുന്നു, ഞാനത് കാണിക്കാൻ മറന്നുപോയതാണ്. ഒരുത്തൻ്റെ കൈമ കെട്ടിയ വഴിക്ക് പാച്ചു കൈയും കൊണ്ട് വന്നു അവൻ്റെ കൈമയും ഒരു തുണി ചുറ്റി കൊടുത്ത് അങ്ങനെ നിർത്തി. ഇനിയിപ്പോൾ ഇവർ 2 പേരും ഇതുമ്മയാണ് കളി. അപ്പം ഇവിടെ ഡയോണിനോട് ഞങ്ങളിവിടെ പറയായിരുന്നു, ഡയോൺ എന്തായാലും അറിഞ്ഞു കൊണ്ടുവന്ന സാധനം 3 ആളും മാറി മാറി ആ 2 എണ്ണത്തുമ്മയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ ആ ബോക്സാണ്. ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും ചില പാറ്റേണുകൾ വിട്ടുപോയിട്ടുണ്ട്. എന്നാലും ഒരുവിധമൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 പിടിയുടെ 8 പിടിയുടെ 10 പിടിയുടെ 1 ലെയർ 2 ലെയർ ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റലിൻ്റെ ഞാൻ വീണ്ടും പറയുന്നു, അത് പാദസരം, ബ്രേസ്ലെറ്റ് അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റിയതാണ്. അത് റോളാണ് കേട്ടോ. ഇതൊക്കെ 1 ലെയറും 2 ലെയറും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ തന്നെ കരിമണി ഉണ്ടാവും, പിന്നെ വേറെ ഏതൊക്കെയോ പേള് ഒക്കെ ഈ 1 ലെയറും 2 ലെയറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ ആ വിവരം ആ സംഭവം പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇപ്പോൾ ഈ റെഡിൻ്റെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഇതിൻ്റെ റെഡ് ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ റെഡ് ഉണ്ടോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഏകദേശം നമുക്കൊരു ക്ലൂ തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണിച്ച് തരാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കുഴഞ്ഞു പോകും. അല്ലെങ്കിൽ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന വീഡിയോയിൽ ഇന്ന കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ ആശയക്കുഴപ്പം വരും. തിരിച്ച് ഇങ്ങനെ ഒരു ഫോട്ടോൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇന്ന കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അങ്ങനെ കാരണം കണ്ടമാനം ഓർണമെൻറ്റ്സ് ഇങ്ങനെ കണ്ടുവന്ന് പോണതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കില്ല. അപ്പോൾ ഇത് 1 ലെയറാണ്. ഇത് 1 ലെയറും ഉണ്ട്, 2 ലെയറും ഉണ്ട്. വേണമെങ്കിൽ 3 ലെയറും ആക്കാം. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ. നല്ലൊരു തരം ഗ്രീനാണിത്. അതുപോലെ തന്നെ ഒരു മങ്ങിയൊരു ഗ്രീനുണ്ട്, അതായത് കരിമ്പച്ച പോലത്തെ ഒരു ഗ്രീനുണ്ട്. അത് 1 ലെയറിൻ്റെയാണ്. അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഐറ്റാണ് കേട്ടോ. എങ്ങും കാണാത്ത ഒരു തരം കളറാണ് ഈ കളറ്. അതായത് ഇതിലിപ്പോൾ എങ്ങനെയാണ് കാണണമെന്ന് എനിക്കറിയില്ല. ഒരു ബോട്ടിൽ ഗ്രീനും അല്ല, എന്നാൽ ലൈറ്റ് ഗ്രീനും അല്ലാത്തൊരു നല്ലൊരു കളറാണ്, ഒരു ഡാർക്കിഷ് കളറാണ് കേട്ടോ അത്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നിപ്പം ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് വേണം ഡ്രീം കളക്ഷൻസിലിടാൻ. പക്ഷേ എനിക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല തിരക്കും കാര്യങ്ങളും, കുട്ടികളുടേതായ തിരക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഡ്രീം കളക്ഷൻസ് നോക്കാൻ പറയാത്തതും. കാരണം പുതിയതായിട്ട് ഞാനൊന്നും ഇട്ടിട്ടില്ല. ഇത് അതുപോലെ ക്രിസ്റ്റലിൻ്റെ മാലയാണ്, നല്ല മാല കേട്ടോ. 2 ലെയറാണ്.
പ്ലേറ്റ് ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് മുഴുവൻ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ, ഒന്നും ഫാൻസി അല്ല, ഞാനത് തിരിച്ച് പറയാണ്. അതുപോലെ ഇത് വൈറ്റ് ക്രിസ്റ്റലാണ് കണ്ടോ. ക്രിസ്റ്റലിന് ഒരു പ്രത്യേകത, ഞാൻ ഒരിടയ്ക്ക് ഫുൾ ക്രിസ്റ്റലായിരുന്നു പോയിരുന്നത്. ഇതിപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ലതാണ് എന്ന് പറയും. അങ്ങനെ ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്, ഈ വൈറ്റിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഒക്കെ ഒരുപോലെ തോന്നും, പക്ഷേ മൂന്ന് ടൈപ്പാണ് കേട്ടോ ഈ ക്രിസ്റ്റലിൻ്റെ ഈ വൈറ്റ് കാണിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ പരിപാടി ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം കാലത്ത് തൊട്ട് ഫുള്ള് ഇതിൻ്റെ പിന്നാലെ. അപ്പോൾ സമയം നോക്കി എത്രയെന്ന് കണ്ടോ, 9:40. അപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കിടന്നു. കാരണം എടുത്ത പണി ആ ബോക്സ് അങ്ങോട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര ഇരട്ടി പണിയാണത്. അപ്പോൾ ഞാൻ അതങ്ങോട്ട് ആ ഒരു അധ്യായം അവസാനിപ്പിച്ച, മറ്റേ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാം കഴിഞ്ഞ് കയറുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ്റെ മുടിയൊക്കെ ഉണങ്ങി. ഇപ്പോൾ കാരണം കുറച്ച് നേരമായി കുളിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവൻ വിശേഷങ്ങൾ പറയുകയാണ് കേട്ടോ, നമ്മൾ ചോദിക്കണതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയും. അപ്പോൾ തോമു എവിടെ, അപ്പോൾ തോമുദേ അവിടെ ഉറങ്ങി, അമ്മ ഊണ് മാമുണ്ടു, പാച്ചു കുളിക്കാൻ പോയി, ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിക്കണതിനൊക്കെ മറുപടി അപ്പം പറയും. ഒന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് അവൻ എല്ലാ കാര്യങ്ങളും പറയുക. സംഭവം അവന് സെപ്റ്റംബറിലാണ് 2 വയസ്സാവുക. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് മറ്റൊരു കൂടെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ലോണം സംസാരിക്കാനും ഓരോ കാര്യങ്ങൾ വിശദമായിട്ട് പറയാനും ഒക്കെ അവൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് അപ്പാപ്പനും മോനും നമ്മുടെ നെബുലൈസ് ചെയ്യാണ്. അവന് ഇനിയിപ്പോൾ കുറേ നാൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ട് അവൻ്റെ ചെസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന ബോക്സുകളൊക്കെ ഞാൻ എടുത്തു വയ്ക്കും. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ നല്ല നല്ല ഓർണമെൻറ്റ്സ് ഉണ്ടെന്ന്, പ്രത്യേകിച്ച് ഓണം കളക്ഷൻസ് മാത്രമല്ല കേട്ടോ, ഏതൊരു അവസരത്തിലിടാൻ പറ്റിയ നല്ല സിംഗിൾ പീസുകളാണ്, ഒക്കെ വെറൈറ്റി പീസുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം കണ്ടിട്ട് നാളെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഉടനെ ഓർഡർ ചെയ്തോളൂ. കാരണം ഒരുവിധം എല്ലാതും സിംഗിൾ പീസ്. ഡിംപിൾ പണ്ട് തൊട്ടുള്ള ആളാണ് ഈ യുണീക്ക് പീസ് തിരഞ്ഞെടുക്കുന്ന ആൾ. ഇപ്പോൾ ഡ്രസ്സിങ്ങിലായാലും അങ്ങനെയായിരുന്നു പണ്ട്. അത് നിങ്ങൾ അവളുടെ പണ്ടത്തെ ഇൻ്റർവ്യൂസ് കണ്ടറിയാം. അതുകൊണ്ട് ഫുൾ സ്റ്റിച്ച് ചെയ്യലായിരുന്നു. അപ്പോൾ അവൾക്ക് അതുപോലെ തന്നെ ഓർണമെൻറ്റ്സിലും ഭയങ്കര നിർബന്ധമാണ്. ഒരാളിടുന്നത് കുറേ പേര് ഒരുപോലെ ഇടുന്നത് വലിയ താല്പര്യമുള്ള ആളല്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ തവണത്തെ ഓർണമെൻറ്റ്സൊക്കെ എടുത്തിട്ടുള്ളത്. എന്നാലും എന്താ പറയുക, ആവശ്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് മാത്രം. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ബാക്കി പണികളൊക്കെ എനിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫിൽറ്റർമ്മ ഞാൻ നിറയ്ക്കാൻ നോക്കിയപ്പോഴാണ് അതുമൊക്കെ നല്ലവണ്ണം നമ്മൾ എന്തോ ചെയ്തതിൻ്റെ ഇത്. അപ്പോൾ ഞാൻ രാത്രിയിൽ ഒക്കെ തുടച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡിവൈൻ ഒക്കെ തുടച്ചിട്ടാണ് കേട്ടോ. ഈ സെക്ഷൻ ഞങ്ങൾ രണ്ടുപേരാണ് മെയിനായിട്ട് കൈകാര്യം ചെയ്യാം. അങ്ങനെ നാളേക്കുള്ളത് കായുപ്പേരി, ഇത് പയറാന്ന് തോന്നുന്നുണ്ട്, പയറുപ്പേരി, പിന്നെ ചെമ്മീൻ വറുത്തത്, അതാണ് നാളേക്ക് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ കീമയുടെ ബാക്കിയുണ്ട്, മീൻ വറുത്തതുണ്ട്. അപ്പോൾ എല്ലാ പരിപാടികളും പതുക്കെ അപ്പോൾ അവർ രണ്ടുപേരും 2 സെക്ഷനായിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ഓരോ കാര്യങ്ങളിൽ നിന്ന് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ വെച്ച്. അപ്പോൾ ഇന്ന് ചാക്കോച്ചനെ ഞാൻ പറഞ്ഞില്ലേ താഴെ കുളിപ്പിച്ചെന്ന്, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആ ഡ്രസ്സൊന്ന് വെറുതെ വാഷ് ചെയ്ത് അവിടെ ഇട്ടതാണ് കേട്ടോ. കുട്ടികളല്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ആവുമല്ലോ. അപ്പോൾ ഇത് നാളേക്ക് പൂരിക്കുള്ള കിഴങ്ങ് കറിയാണ്. ഇത് പട്ടികളുടെ അവർക്ക് വേവിക്കാനുള്ള ഇറച്ചിയാണ്. അപ്പോൾ നാളത്തെ ഫുൾ പണികൾ കഴിച്ച് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി ബാക്കി അവർക്ക് ഒരു സെക്ഷനും കൂടി ഉണ്ട് പരിപാടികൾ, ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാളെ ഉച്ചവരയ്ക്കുള്ള സമയം ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ച് അവസാനിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പാച്ചു വന്നിട്ട് പറയുക, പാച്ചുവിന് കണ്ണിൽ ഫീവർ അത്രേ. അപ്പോൾ കണ്ണിൽ വയ്യ എന്നാണ് അവ ഉദ്ദേശിച്ചത്, കൈ വിരൽ കുത്തിയും തോന്നുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് പറയുക കണ്ണിൽ ഫീവറാണ്, മമ്മിയോട് പറയണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ അവരും കിടക്കാൻ പോയി, ഡാഡി കിടക്കാൻ പോയി. അപ്പോൾ ഞാൻ പറയാറില്ല എല്ലാം കഴിയുമ്പോഴാണ് ഞാൻ പട്ടിയുടെ ഇറച്ചി വേവിക്കുക എന്നുള്ളത്. അപ്പോൾ അത് വേവിച്ച് അവർക്ക് കൊടുക്കാൻ വേണ്ടി, അപ്പോൾ ആ ചൂട്ടോടെ കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടം. ഇത് നമ്മുടെ ചെമ്മീൻ വറുത്തത്, ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റേതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ, കാരണം പരീക്ഷിക്കാൻ നിൽക്കണ്ട, എങ്ങാനും വെളിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാവും. മറ്റേതാകുമ്പോൾ ഒന്ന് ഓവനിലെടുത്ത് ചൂടാക്കി ഉപയോഗിക്കല്ലേ വേണ്ടു. സംഭവം മസാലക്കറിയൊക്കെ രാത്രി വെച്ചതാണ്, എന്നാലും ഞാൻ പരീക്ഷിക്കാൻ നിൽക്കാറില്ല, അത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. അങ്ങനെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ 11:30 ആയിട്ടോ. കാരണം പട്ടിയുടെ ഇറച്ചി വേവിച്ച് അവരുടെ അത് കൊടുത്ത് ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ കാരണം പിന്നെ ഞാൻ കുറേ പേര് എന്നോട് പറയും ആൻറ്റി കിടക്കണത് കുറേ ലേറ്റായിട്ടാണ്. സംഭവം ഞാൻ ലേറ്റായിട്ട് കിടക്കായാലും എണീക്കുന്നതും കുറച്ച് ലേറ്റായിട്ടാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളുടെ ഉറക്കാനുള്ള ആ മണിക്കൂർ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ദേ മീനുകൾ ഇതാ കണ്ടോ ഓടി നടക്കണ. ഞാൻ ചട്ടി പരിയപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഇനി ഇപ്പം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം. ഇനി അവിടെ ഒരു റെഡ് കളറാണ് അടിക്കേണ്ടത്. അതോടുകൂടി ഞാൻ പറഞ്ഞില്ലേ ഈ ചുമരും ഒന്ന് മതിലും ഒന്ന് വൈറ്റ് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം മീനിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. പണികൾ ഇനിയും കുറേ ബാക്കി കിടക്കുന്നുണ്ട്. പിന്നെ കുറേശ്ശെ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. വേറെ എന്താ പറയുക, അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര പണിയാണ്. വലിയൊരു പണി നമ്മുടെ കഴിഞ്ഞല്ലോ, മറ്റേ മതിലിൻ്റെ അവിടുത്തെ വെള്ളം പോക്കിൻ്റെ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് മീനിൻ്റെ തീറ്റയും കൊടുത്തു കഴിഞ്ഞ് എനിക്ക് കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അവസാനിപ്പിച്ചിട്ട് ആവാം, നാളേക്ക് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനും കൂടിയിട്ട് ഇരുന്നതാട്ടോ. ജിമിക്ക് പിന്നെ ഈ വളയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പോണത്. അപ്പോൾ ഇത് 2 പീസും കൂടി അങ്ങോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. നല്ല വെറൈറ്റി പീസാണ്. പ്രത്യേകിച്ച് സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ കൂടെ അല്ലെങ്കിൽ പട്ടുസാരിയുടെ ഒക്കെ കൂടെ ഭയങ്കര ഭംഗിയാണ്. ഇതും മാറ്റ് ഫിനിഷാണ്. കറക്റ്റ് ഗോൾഡ് വളയുടെ അതേപോലെയാണ് കേട്ടോ. അങ്ങനെ അതേ പരിപാടികളൊക്കെ കഴിഞ്ഞ് എൻ്റെ മേശപ്പുറം കാലിയെ ഇവിടെയൊക്കെ ഒതുക്കി വെച്ചു. ഇനി എന്താ പറയുക, നമ്മൾ കിടക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് 12 മണി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്, ഓഗസ്റ്റ് 1 ഞാൻ പുസ്തകത്തിൽ എഴുതാണ് ഓഗസ്റ്റ് 1 എഴുതിയപ്പോഴാണ് ചേച്ചിയുടെ കാര്യം ഓർത്തത്. കാരണം ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചിയും എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിലേ തൊട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കുമായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ ആകുമ്പോൾ അതൊക്കെ ഇത്തിരി കൂടുതലാണല്ലോ. അങ്ങനെ ആഘോഷങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും ആ ഡേറ്റുകൾ ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ചേച്ചിമാരുടെ എൻ്റെ പിള്ളേരുടെ ഞങ്ങൾ ജീവിച്ച അതേപോലെ തന്നെ നമ്മുടെ മക്കളെയും പേരക്കുട്ടികളുടെയും എല്ലാ ദിവസത്തിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തിട്ട്. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്ക് ബൈ.